മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ബഹുമുഖ പ്രതിഭ ശ്രീനിവാസൻ അദ്ദേഹത്തിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കേരളം. സംസ്കാര ചടങ്ങുകൾ രാവിലെ 10 മണിക്ക് ഉദയംപേരൂരിന് സമീപമുള്ള കണ്ടനാടുള്ള വീട്ടിലായിരിക്കും ആരംഭിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടക്കുന്നത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി ആദ്യം ചേരുന്നത്. പ്രദീപ്, വേദനയോടുകൂടി തന്നെയാണ് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ മലയാളത്തിന്റെ ശ്രീനിവാസൻ വിടവാങ്ങുകയാണ്, വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. അങ്ങനെ ചലച്ചിത്ര പ്രവർത്തകരും നാട്ടുകാരും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും കഴിഞ്ഞ ദിവസം ടൗൺ ഹാളിലായാലും ഇന്നിപ്പോൾ വീട്ടിലായാലും അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? നമസ്കാരം പൂജ. മലയാളികളെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ജീവിതത്തിൻ്റെ പല പല സ്വത്വബോധത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുകയും അതിനെ കാവ്യാത്മകമായും ഒപ്പം ഒരു നിരൂപകൻ്റെ ബിരുദോടെ അതിനെ നിരൂപണം ചെയ്യുകയും ചെയ്ത നടനും തിരക്കഥാകൃത്തുമൊക്കെയായ ശ്രീനിവാസൻ്റെ സംസ്കാര ചടങ്ങുകൾ രാവിലെ 10 മണിക്ക് കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ തുടങ്ങും. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ മുതൽ അണമുറിയാത്തൊരു ജനപ്രവാഹം തന്നെയുണ്ടായിരുന്നു. ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഉള്ളവർ ഉൾപ്പെടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. മറ്റ് ഔദ്യോഗിക മേഖലകളിൽ നിന്നുള്ള മറ്റ് ആളുകൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് ആശുപത്രിയിലേക്ക് തന്നെ ഒരുപാട് ആളുകൾ, പ്രശസ്തരും അപ്രശസ്തരും, ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയും വിമർശനാത്മക ഹാസ്യാത്മകമായ രീതിയെയും ഒക്കെ സ്നേഹിക്കുന്ന ആളുകളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം തന്നെ എത്തിയിരുന്നു. അവരിൽ അങ്ങേയറ്റം സാധാരണക്കാരായ ചലച്ചിത്ര പ്രേമികൾ മുതൽ മുഖ്യമന്ത്രിയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും മറ്റ് യുവതാരങ്ങളും ഉൾപ്പെടെയുള്ളവർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന് അല്ലെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ജീവിതത്തെ ഒരു പ്രത്യേക രീതിയിൽ നോക്കിക്കാണുകയും പലപ്പോഴും പലരും പുറത്തു പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ളിലെ ചില അവസ്ഥകളെ വളരെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു നാട് അല്ലെങ്കിൽ ചലച്ചിത്ര ലോകം, ചലച്ചിത്ര പ്രേമികളുടെ ഒരു വലിയ പങ്ക് എത്തിയിരുന്നു. ഇന്നും കണ്ടനാട്ടെ ഈ വീട്ടിൽ സമാനമായ കാഴ്ചകൾ തന്നെ, അതായത് അങ്ങനെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി വലിയൊരു ജനക്കൂട്ടത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 15-ലധികം വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം തലശ്ശേരി സ്വദേശിയാണ് എങ്കിലും കൊച്ചി കേന്ദ്രമാക്കി, പ്രത്യേകിച്ച് ഉദയംപേരൂരിനടുത്തുള്ള കണ്ടനാട് എന്നുള്ള ഒരു ശുദ്ധ ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയത്. അവിടെ വന്നത് മുതൽ ആ നാട്ടുകാരിൽ ഒരാളായി അവരോട് ഇഴുകിച്ചേർന്ന് അവർക്കൊപ്പം കൃഷിയിലും മറ്റ് പ്രകൃതി ജീവന മാർഗങ്ങളിലും ഒക്കെയായി ശ്രീനിവാസൻ ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തരിശായി കിടന്നിരുന്ന പാടശേഖരങ്ങളെല്ലാം തെളിയിച്ച് കാർഷിക സമ്പന്നമാക്കിയ, പ്രത്യേകിച്ചും നെൽകൃഷിയായിരുന്നു, അതുപോലെ പച്ചക്കറിയും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരു വലിയ പാടശേഖരമാണ്. ആ പാടശേഖരത്ത് കൃഷിയിറക്കി ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകൾക്ക് ബോധ്യം നൽകുന്നതിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെച്ച ഒരാൾ, അല്ലെങ്കിൽ ആളുകളെ ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച ഒരാൾ കൂടി ശ്രീനിവാസനാണ്. അതുകൊണ്ട് തന്നെ ഒരു ചലച്ചിത്രകാരനായിട്ടല്ല, മറിച്ച് നാട്ടുകാരനായ സാധാരണക്കാരനായ ഒരാളായിട്ടാണ് ഈ നാട്ടുകാർ, ഉദയംപേരൂർ കണ്ടനാടുകാർ അദ്ദേഹത്തെയും കണ്ടിരുന്നത്. ഏതാണ്ടൊരു 3 മാസം മുൻപും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ചേർന്ന് കാർഷിക സംബന്ധിയായ പരിപാടികൾ ഇവിടെ ഈ വീടിനോട് ചേർന്നുള്ള നെൽപ്പാടത്ത് പച്ചക്കറിത്തോട്ടത്തിൽ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ നാട്ടുകാരിൽ ഒരാളായി കാർഷിക മേഖലയിൽ സജീവമായി ഇടപെട്ട് വിഷരഹിത പച്ചക്കറികളെക്കുറിച്ചൊക്കെ വളരെ വ്യാപകമായ പ്രചാരണം നടത്തി. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്ന ആശുപത്രികളല്ല നമുക്ക് ആവശ്യം, മറിച്ച് രോഗം വരാതിരിക്കാൻ ആവശ്യമായ കൃഷിരീതികളാണ് എന്നുള്ള വലിയ സന്ദേശവും പ്രചരിപ്പിച്ചാണ് ശ്രീനിവാസൻ കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ജനസഞ്ചയം തന്നെ ഇന്ന് കണ്ടനാട്ടെ ഈ വീട്ടുവളപ്പിൽ എത്തിച്ചേരും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. ചലച്ചിത്ര മേഖലയിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് ഒപ്പം തന്നെ മുൻപ് പറഞ്ഞതുപോലെ ഈ കാർഷിക രംഗത്തായിരുന്നാലും ഒപ്പം ജീവിതത്തെ ഒരു പ്രത്യേക കോണിൽ കൂടി നോക്കിക്കാണുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനാ രീതി എന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതില്ല. പല ആളുകളുടെയും ഉള്ളിലുള്ള ഒരു കോംപ്ലക്സ് വെളിച്ചത്ത് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള. അതെ, തീർച്ചയായിട്ടും ഓരോ സിനിമകളും, ശ്രീനിവാസന്റെ ഓരോ സിനിമകളും അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് മലയാളി തന്നെയല്ലേ. ഓരോ സിനിമയിലും നമ്മൾ ഓരോ മലയാളികളെയാണ് കാണുന്നത്. ഓരോ കഥാപാത്രങ്ങൾ, തളത്തിൽ ദിലേശനായാലും ബാർബർ ബാലനായാലും എന്ത് തന്നെയല്ലേ, ഏറ്റവും അവസാനം സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഞാൻ പ്രകാശലായാൽ പോലും അതിലെല്ലാം പലപ്പോഴും സത്യനന്ദിക്കാട് പറയുന്നുണ്ട്, എന്തിനാണ് കൂടുതൽ കഥ അന്വേഷിച്ച് വേറെ ഇടങ്ങളിലൊക്കെ തിരയാൻ പോകുന്നത്, നമ്മളിൽ തന്നെയില്ലേ, മലയാളി തന്നെയല്ലേ, മലയാളിയെ തന്നെ കഥയാക്കൂ എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പ്രകാശനൊക്കെ ഉരുത്തിരിഞ്ഞത് അങ്ങനെയാണ്. അതാണ് നമ്മളെ തന്നെയാണ് ഓരോ ശ്രീനിവാസൻ കഥാപാത്രങ്ങളിലൂടെയും ഓരോ കഥകളിലൂടെയും ഇത്രയും നാളും കണ്ടത്.